നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ നാളെ എൽ ക്ലാസിക്കോ പോരാട്ടമാണ്. FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ സ്വന്തം മൈതാനത്ത് വെച്ചാണ് നേരിടുന്നത്. രാത്രി ഇന്ത്യൻ സമയം 7:45 ആ കളി. കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ബാൽഡയുടെ കാര്യം ചോദിച്ചു, കസാഡോയുടെ കാര്യം ചോദിക്കുന്നു, അതുപോലെ ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിനുള്ള ചില മറുപടികൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഈ കളിയിൽ അവർ സ്റ്റാർട്ട് ചെയ്യുമോ ഏത് കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനുമുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അലയാൻഡ്രോ ബാൽഡേക്കും മാർക്ക് കസാഡോക്കും മെഡിക്കൽ ഗ്രീൻ ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അവർ എൽ ക്ലാസിക്കോക്ക് സജ്ജരാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണല്ലോ കാര്യം. അതിന് ഫ്ലിക്കിൻ്റെ മറുപടി, ഐ ഡോണ്ട് തിങ്ക് ഈതർ ബാൽഡേ ഓർ ലെവൻഡോസ്കി വിൽ സ്റ്റാർട്ട്. ബാൽഡയോ ലെവൻഡോസ്കിയോ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ജെറാർഡ് മാർട്ടിന് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മേ ബി ഇവർക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് മിനിറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അല്ലാതെ അവർ സ്റ്റാർട്ട് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറാവുന്നില്ല. സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം സെക്കൻഡ് ഹാഫിൽ ചില അവസരങ്ങൾ, അവർക്ക് കുറച്ച് മിനിറ്റുകളിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചേക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാഴ്സ ഈ കളിക്ക് ഇറക്കാൻ പോകുന്ന 11 ഇങ്ങനെയാണ്. ഷെസ്നി ആയിരിക്കും ഗോൾ കീപ്പർ, അത് കോച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. ഷെസ്നി ആയിരിക്കും ഗോൾ കീപ്പർ. പിന്നെ എറിക് ഗാർഷ്യ, കുബാഴ്സി, ഇനീഗോ മാർട്ടിനസ്, ജെറാർഡ് മാർട്ടിന്, ഫ്രങ്കി ഡിയോങ്, പെഡ്രി, ഫെർമിന്, ലാമിൻ യമാൽ, റാഫീഞ്ഞ. ലെവൻഡോസ്കി കളിക്കുമ്പോൾ എന്നുള്ളത് കണ്ടറിയണം. സ്പോട്ട് ലെവൻഡോസ്കി എന്നാണ് അവരുടെ ലൈനപ്പിൽ പറയുന്നെങ്കിലും കോച്ച് അതിനുള്ള സാധ്യത കുറച്ചാണിപ്പോൾ കാണിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.